അമർഷം കടിച്ചമർത്തിക്കൊണ്ട് ആദിത്യൻ അനന്യെ താങ്ങിപ്പിടിച്ച് ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഡെസ്കിൽ നിന്ന് ഫയൽ പരിശോധിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ തലയുയർത്തിക്കൊണ്ട് നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്ഭുതം കൊള്ളുന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ആദിത്യ, നീയാണോ ഇത്? എന്താടാ ഈ സമയത്ത് ഇവിടെ? വർഷങ്ങൾക്ക് ശേഷം കോളേജ് സഹപാഠിയെ അപ്രതീക്ഷിതമായി കണ്ട സന്തോഷം റോയിയുടെ ശബ്ദത്തിൽ പ്രകടമായിരുന്നു. ഒന്നുമില്ല റോയ്, ആദിത്യൻ ചുരുക്കത്തിൽ മറുപടി നൽകി. അപ്പോഴാണ് റോയിലെ ശ്രദ്ധ ആദിത്യൻ്റെ കൈകൾ തളർന്നു കിടക്കുന്ന അനന്യയിലേക്ക് പതിഞ്ഞതും. വേദന കൊണ്ട് വാടിയ മുഖവും നിറഞ്ഞ കണ്ണുകളും കഴുത്തിലെ ചുവന്ന പോറലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാരാടാ? ജിജ്ഞാസയോടെ റോയ് അവനോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അനന്യ പ്രതീക്ഷയുടെ ആദിത്യൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ ഒരു നിമിഷത്തെങ്കിലും അവൻ സത്യം പറയുമെന്ന് അവൾ വെറുതെ പ്രതീക്ഷിച്ചു പോയി. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആദിത്യൻ്റെ വാക്കുകൾ അവളെ ഹൃദയത്തെ വീണ്ടും കീറിമുറിച്ചു. ഇതെൻ്റെ വീട്ടിലെ ജോലി ചെയ്യുന്ന കുട്ടിയാ, പേരനന്യ. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൻ തുടർന്നു. രാവിലെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടയിൽ സ്റ്റെപ്പിൽ നിന്ന് കാൽ വഴുതി താഴേക്ക് വീണവൾ. ഇടുപ്പിന് നല്ല വേദന എന്ന് പറഞ്ഞു. വീട്ടിൽ വേറെ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ ഇവളെ. ഒരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞ ആ കള്ളം കേട്ടപ്പോൾ അനന്യയുടെ ഉള്ളം പൊള്ളിപ്പോയി. സ്വന്തം കൈയിൽ താലി ചാർത്തിയ മനുഷ്യൻ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ വെറുമൊരു വേലക്കാരെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവളുടെ കണ്ണുകൾ പതിയെ ആദിത്യൻ്റെ മുഖത്തേക്ക് ഉയർന്നു. ആ നോട്ടത്തിൽ സങ്കടമുണ്ടായിരുന്നു, അപമാനമുണ്ടായിരുന്നു, പരിഭവമുണ്ടായിരുന്നു അവളിൽ. അതിനേക്കാൾ കൂടുതൽ അവനെ ഒരിക്കലും ക്ഷമിക്കാനാവാത്ത ഒരു ഭാര്യയുടെ തകർന്ന ആത്മാഭിമാനവും ഉണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ. ആ കത്തുന്ന മിഴികൾ നേരിടാൻ കഴിയാതെ ആദിത്യൻ മുഖം വെട്ടിത്തിരിച്ചു. അവർക്കിടയിൽ അസ്വാഭാവികമായ നിശബ്ദത റോയും ശ്രദ്ധിച്ചുവെങ്കിലും ആ നിമിഷം അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ അദ്ദേഹം തൻ്റെ ജോലി ആരംഭിച്ചു. ശരി, ആദ്യം അവളെ പരിശോധിക്കണം. ബെഡിലൊന്ന് കിടത്ത്, എനിക്കവളൊന്ന് പരിശോധിക്കട്ടെ. റോയിയുടെ വാക്കുകൾ കേട്ടതും ആദിത്യൻ അന്നയെ പരിശോധിക്കാനായി ബെഡിലേക്ക് കിടത്താനായി മുന്നോട്ട് നീങ്ങി. അവൻ്റെ കൈ അവളുടെ തോളിൽ സ്പർശിച്ചതും അനന്യ പെട്ടെന്ന് പിന്നിലേക്ക് വലിഞ്ഞു. വേണ്ട. വിറയിലുണ്ടായിരുന്നെങ്കിലും ആ ശബ്ദത്തിൽ ഉറച്ച തീരുമാനമായിരുന്നു. ഞാൻ തന്നെ കിടന്നോളാം. വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൾ സിസ്റ്ററിൻ്റെ സഹായത്തോടെ ബെഡിന് അരികിൽ പിടിച്ച് പതിയെ നടക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ ചുവടിൽ തന്നെ ഇടുപ്പിലൂടെ അസഹ്യമായ വേദന പാഞ്ഞു കയറി. അറിയാതെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് ഞരക്കം പുറത്തേക്ക് വന്നു. ശരീരം മുന്നിലേക്ക് ആടിയതും വീഴാൻ പോയ അവളെ ആദിത്യൻ സ്വാഭാവികമായി പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും അവൾ വീണ്ടും അവൻ്റെ കൈ തട്ടിമാറ്റി. ദയവായി എന്നെ തുടരുത്, പ്ലീസ്. ആ വാക്കുകൾ മുറിക്കുള്ളിൽ മുഴങ്ങിയതും റോയ് ഒരു നിമിഷം ഇരുവരെയും മാറി മാറി നോക്കി. ഒന്നും മിണ്ടാതെ അദ്ദേഹം അനന്യയുടെ അടുത്തേക്ക് ചെന്നു. സാവധാനം, വേദന കൂടും. റോയുടെ സഹായത്തോടെ വീണ്ടും അനന്യ പരിശോധിക്കാൻ ബെഡിൽ കിടന്നു. അദ്ദേഹം ശ്രദ്ധയോടെ ഇടുപ്പ് പരിശോധിക്കാൻ തുടങ്ങി. ഇവിടെ വേദനയുണ്ടോ? റോയ് ഇടുപ്പിൻ്റെ ഒരു ഭാഗത്ത് മെല്ലെ കൈ അമർത്തിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട് സർ, അനന്യ വേദന കൊണ്ട് കണ്ണുകൾ ഇറകെ അടിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചു. ഇവിടെയോ? അവിടെയും ഉണ്ട് സർ. റോയ് കുറച്ചു നേരം കൂടി പരിശോധനയ്ക്ക് ശേഷം അവളുടെ കാലുകൾ പതിയെ ചലിപ്പിച്ചു നോക്കി. ശരി, പേടിക്കാനൊന്നുമില്ല. പുറമെ നോക്കുമ്പോൾ എല്ല് പൊട്ടിയതായൊന്നും തോന്നുന്നില്ല. എങ്കിലും ഉറപ്പിക്കാൻ ഒരു എക്സ്റേ എടുക്കണം നമുക്ക്. അത്രയും പറഞ്ഞ അദ്ദേഹം കുറിപ്പ് എഴുതുന്നതിനിടയിലാണ് വീണ്ടും അനന്യയുടെ കഴുത്തിൽ ചുവന്ന പോറലിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നീണ്ടത്. ഓക്കെ ആദി, ഞാൻ അവളെ ഒന്ന് പരിശോധിക്കട്ടെ. നീ കുറച്ചു സമയം പുറത്തേക്ക് വെയിറ്റ് ചെയ്യണം. റോയ് ആദിത്യനെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. തുടർന്ന് അവൻ ശബ്ദം അല്പം താഴ്ത്തി കൂട്ടിച്ചേർത്തു. പരിശോധനയുടെ ഭാഗമായി എനിക്ക് അവളുടെ വസ്ത്രങ്ങൾ മാറ്റേണ്ടി വരും. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പ്ലീസ്, നീ പുറത്തേക്ക് പോകണം. എന്നാൽ ആദിത്യൻ അവിടെ നിന്നും മാറാൻ തയ്യാറായില്ല. അവൻ്റെ ഭാവം കൂടുതൽ കടുക്കുകയാണ് ചെയ്തത്. ഞാൻ പുറത്തേക്ക് പോകുന്നില്ലടാ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, തികച്ചും ശാഠ്യത്തോടെ അവൻ പറഞ്ഞു. റോയ് ഒന്ന് മടിച്ചെങ്കിലും സുഹൃത്തിൻ്റെ ഭാവം കണ്ട് ഒടുവിൽ അവൻ സമ്മതിച്ചു. ശരി. അനന്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദിത്യൻ പരിഹാസത്തോടെ പിറുപിറുത്തു. ഞാൻ ഇവിടെ നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വെറുമൊരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. നീ ഒരു പെണ്ണല്ല എന്ന് വിചാരിച്ച് മാത്രം ഞാൻ എവിടെ നിൽക്കുന്നത്. വേറെന്തെങ്കിലും പറ്റിപ്പോയാൽ കിടന്ന് മോങ്ങാൻ എൻ്റെ അടുത്തേക്ക് വരരുത് നീ. അവൻ്റെ ആ കുത്തുവാക്കുകൾ അനന്യ കേട്ടതായി ഭാവിച്ചില്ല. എന്നാൽ ഇതേസമയം റോയുടെ നോട്ടം അനന്യയുടെ മുഖത്തേക്കായിരുന്നു. വിയർപ്പ് തുള്ളികളും കണ്ണീർ പടർന്നും അവളുടെ മുഖത്തെ ആ പ്രകാശം മറഞ്ഞിരുന്നില്ല. ഇത്രയും സുന്ദരിയായ വേലക്കാരിയോ? കണ്ടാലൊരു 19 വയസ്സേ അവളെ തോന്നുകയുള്ളൂ.
റോയിയുടെ ഉള്ളിൽ ഒരു അത്ഭുതം തോന്നി. അവൻ മനസ്സിൽ ആത്മകഥം പോലെ അത് പറയുകയും ചെയ്തു. റോയ് വിളിച്ചതനുസരിച്ച് ഒരു സിസ്റ്റർ വീൽചെയറുമായി മുറിയിലേക്ക് വന്നു. ആദിത്യൻ്റെ സഹായമില്ലാതെ തന്നെ അവൾ അനന്യയെ വളരെ ശ്രദ്ധയോടെ വീൽചെയറിലേക്ക് ഇരുത്തി. അവർ ഇരുവളെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ആദിത്യൻ മുന്നോട്ട് കയറി നിന്നു. ഇവളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? ഒരൽപ്പം ക്ഷമയോടെ അവൻ ചോദിച്ചു. എക്സ്റേ റൂമിലേക്ക് സർ. ഒന്ന് പരിശോധിക്കട്ടെ? റോയ് ശാന്തമായി മറുപടി നൽകി. റോയ് നിർദ്ദേശം നൽകിയ ശേഷം സിസ്റ്റർ ആദിത്യനോടായി പറഞ്ഞു. സർ, എക്സ്റേ എടുത്തു കഴിഞ്ഞ് റിസൾട്ട് വരാൻ എങ്ങനെയെങ്കിലും ഒരു 20 മിനിറ്റോളം എടുക്കും. അതുവരെ ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യണം താങ്കൾ. 20 മിനിറ്റോ? വല്ലാത്തൊരു മടുപ്പോടെ ആദിത്യൻ സ്വയം പിറുപിറുത്തു. ഒരു വേലക്കാരിക്ക് വേണ്ടി തൻ്റെ വിലപ്പെട്ട സമയം ഇവിടെ കളയേണ്ടി വരുന്നതിലുള്ള അമർഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതെ സർ, കുറഞ്ഞത് അത്രയെങ്കിലും എടുക്കും, സിസ്റ്റർ അത് ഉറപ്പിച്ചു പറഞ്ഞു. എക്സ്റേ എടുക്കൽ കഴിഞ്ഞ് അനന്യ വീണ്ടും പുറത്ത് വരാന്തയിൽ ഇരുത്തിയപ്പോക്കും ആദിത്യൻ അവളുടെ അരികിലേക്ക് ആഞ്ഞെടുത്തു. അവൻ്റെ ഉള്ളിൽ പുകയുന്ന ദേഷ്യം ഇപ്പോൾ പുറത്തു ചാടാൻ തുടങ്ങി. ചുറ്റും ആളുകളുണ്ടെന്ന കാര്യം പോലും മറന്ന് അവൻ അവൾക്ക് നേരെ കുനിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഒട്ടും വിവരമില്ലടി. നീ എന്തിനാ എന്നെ റോയിയുടെ മുന്നിൽ വെച്ച് അപമാനിക്കാൻ നോക്കിയേ? ഞാൻ ആ റൂമിൽ നിൽക്കുന്നത് കൊണ്ട് നിനക്കെന്താ അത്ര വലിയ ബുദ്ധിമുട്ട്? അവൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. അനന്യ അത്ര തന്നെ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി നൽകി. താലി കെട്ടിയ സ്വന്തം വരെ സുഹൃത്തിൻ്റെ മുന്നിൽ വെറുമൊരു ജോലിക്കാരി മാത്രമായി കാണുന്ന ഈ മനുഷ്യനോട് ഇനി എന്ത് സംസാരിക്കാനാണ്? തൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്നതിൽ കൂടുതൽ വിശദീകരണം നൽകാൻ അവൾ ആഗ്രഹിച്ചില്ല. നിനക്കെന്താടി മറുപടി പറയാത്തത്? ചോദിച്ചത് കേട്ടില്ല നീ? അവൾ മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൻ വീണ്ടും കയർത്തു. അവൻ്റെ ആ ചോദ്യം അവളുടെ ഉള്ളിൽ കനലിൽ വീണ്ടും ജ്വലിപ്പിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അതേ നാണയത്തോടെ തിരിച്ചടിച്ചു. അതിന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വെറും ഒരു ജോലിക്കാരിയല്ലേ? പിന്നെ ഞാൻ എന്തിനാ എൻ്റെ മുതലാളിയോട് കൂടുതൽ സംസാരിക്കുന്നത്? നിങ്ങളുടെ നിലവാരത്തിന് താഴെയുള്ള എന്നെ പോലെയുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. അങ്ങനെയുള്ള നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് എനിക്കെന്ത് കാര്യം? അതുകൊണ്ടാണ് ഞാനും മിണ്ടാതിരുന്നേ. അവളുടെ ആ മറുപടിയിൽ ആദിത്യൻ ഒരു നിമിഷം സ്തംഭനായിപ്പോയി. അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യവും. ഇരുവരും തമ്മിലുള്ള വാഗ്ദാനം മുറുകുന്നതിനിടയിലാണ് എക്സ്റേ റിസൾട്ടുമായി സിസ്റ്റർ അങ്ങോട്ട് വന്നത്. സാർ, ഡോക്ടർ എക്സ്റേ നോക്കി. എല്ലിന് പൊട്ടലൊന്നുമില്ല, മസിലൊന്ന് ലൂസായതാണ്. ഇടുപ്പിൽ പുരട്ടാൻ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ട്, അതൊന്ന് പുരട്ടണം. സാർ, ദയവായി ഒന്ന് പുറത്തേക്ക് നിൽക്കാമോ? സിസ്റ്റർ പറഞ്ഞത് കേട്ടതും ആദ്യം വല്ലാത്തൊരു ഭാവത്തോടെ ദേഷ്യത്തിൽ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അവൻ പുറത്തേക്ക് പോയതും അതുവരെ വേദനയും സങ്കടവും കടിച്ചമർത്തി പിടിച്ചിരുന്ന അനന്യയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വേദന കൊണ്ട് അവളുടെ ശരീരം വല്ലാതെ വിറക്കാൻ തുടങ്ങി. അമ്മേ! സഹിക്കാനാവാതെ വേദനയോടെ അവൾ ബെഡിലേക്ക് കിടക്കാൻ ശ്രമിക്കവേ അവളുടെ ചുണ്ടിൽ നിന്നും ഒരു വിലാപമുയർന്നു. പെട്ടെന്ന് ആ വേദനയുടെ ആഴത്തിൽ അവളുടെ നാവിൽ പുറത്തേക്ക് വന്നത് അവൻ്റെ പേരായിരുന്നു. ആദിത്യേട്ട. ആ വിളി പുറത്തേക്ക് നടന്നു പോയിരുന്ന ആദിത്യൻ്റെ കാതുകളിൽ ചെന്ന് പതിച്ചു. ഉള്ളിൽ എവിടെയോ ഒരു മിന്നലേറ്റതുപോലെ അവൻ പെട്ടെന്ന് നിന്നു. തൻ്റെ ദേഷ്യവും ഈഗോയും എല്ലാം മറന്ന് അവൻ തിരിഞ്ഞ് ആ മുറിയിലേക്ക് ഓടി വന്നു. തൻ്റെ വിളി കേട്ടതും ഒട്ടും പ്രതീക്ഷിക്കാതെ വേഗത്തിൽ വല്ലാത്തൊരു പരിഭ്രമത്തോടെ ഓടി വന്ന ആദിത്യനെ കണ്ടപ്പോൾ അനന്യയുടെ വേദന നിറഞ്ഞ കണ്ണുകൾ അത്ഭുതവും വിസ്മയവും നിറഞ്ഞു. തങ്ങളെ അകറ്റുന്ന ആ വലിയ മതിൽക്കെട്ടുകൾക്കിടയിലും ആദിത്യൻ്റെ തനിക്കായി എന്തൊരു കരുതൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അവൾ ആ നിമിഷം സംശയിച്ചു പോയി.